വിഷയം: ജനാധിപത്യത്തിലെ മാധ്യമം ധർമ്മം മറക്കുമ്പോൾ. ജനാധിപത്യത്തിലെ മാധ്യമം ധർമ്മം മറക്കുമ്പോൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഭരണ സംവിധാനമല്ല, മറിച്ച് അത് ജനങ്ങളുടെ ശബ്ദമായി എന്നെന്നും നിലകൊള്ളേണ്ടതാണ്. ഓരോ ജനങ്ങളും അല്ലെങ്കിൽ ഓരോ പൗരനും ജനാധിപത്യത്തിൻ്റെ ഹൃദയഭാഗമാകുമ്പോഴാണ് ജനാധിപത്യം എന്ന വാക്കിനർത്ഥം പൂർണ്ണമാകുന്നത്. എന്നാൽ ആ പൗരൻ്റെ ആഗ്രഹങ്ങളെയും യാതനകളെയും പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കിടയിലുള്ള വാർത്താവിനിമയ സംവിധാനമാണ് മാധ്യമം. മാധ്യമം നമ്മുടെ സമൂഹത്തിൽ ചെയ്തു തീർക്കുന്ന വലിയൊരു ധർമ്മമുണ്ട്. ആ ധർമ്മത്തിന് നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. സത്യത്തിൻ്റെയും നിഷ്പക്ഷതയുടെയും ജനഹിതയുടെയും ഒരിക്കലും ആരോടും കടപ്പെട്ടിരിക്കാൻ മാത്രമുള്ള ഒരു വലിയ ഭരണാധികാരിയോട് കടപ്പെട്ടിരിക്കേണ്ടതത്രയുള്ള മാധ്യമത്തോട് നമ്മൾ കടപ്പെടേണ്ടതുണ്ട്. കാരണം മാധ്യമം മധ്യസ്ഥരായി ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് സത്യവും നിഷ്പക്ഷതയുമായ വാർത്തകളായിരിക്കും. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ മാധ്യമങ്ങളിൽ ആ ധർമ്മം നിർവഹിക്കുന്നുണ്ടോ എന്നത് ചോദ്യമായി കിടക്കുകയാണ്. രാഷ്ട്രീയക്കാരുടെ കളിപ്പാവകളായി മാധ്യമപ്രവർത്തകർ മാറുമ്പോൾ നമ്മൾ ഓരോരുത്തരും രംഗത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അന്ന് ബ്രിട്ടീഷ് ഭരണകാലത്തും ബ്രിട്ടീഷുകാർ വിലക്കേർപ്പെടുത്തിയ പത്രങ്ങൾക്ക് ഗാന്ധിജിയും നെഹ്റുവും ചേർന്ന് അന്ന് പത്രപ്രവർത്തനം നടത്തിയിരുന്നു. അത് കളങ്കമില്ലാത്ത, കളവില്ലാത്ത, ഒരു ചുഴയുമില്ലാത്ത നല്ല രീതിയിലുള്ള നീതിപരമായ ധീരതയുടെ പത്രമാണ് അന്നവർ നടത്തിക്കൊണ്ടുപോയത്. പ്രിയമുള്ളവരെ, ഞാൻ ഗസയിലെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഗസയിൽ ഇതുവരെ 274 മാധ്യമപ്രവർത്തകർ മരണപ്പെട്ടപ്പോൾ ഇസ്രായേലികൾക്ക് ഏറ്റവും കൂടുതൽ ഭയം മാധ്യമപ്രവർത്തകരെയാണെന്ന് അവർ മറ്റു മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്തപ്പോൾ അതേ മാധ്യമത്തോടുള്ള ഭയം ഈ ഇന്ത്യയിലും തളം കെട്ടി നിൽക്കുന്നുണ്ട്. ചില ഭരണാധികാരികൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അതിനെയെല്ലാം എതിർത്തുകൊണ്ട് ചില മാധ്യമങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. സത്യം പറയാൻ മടിയാണ്, അസത്യത്തിന് സത്യത്തെക്കാൾ പ്രാധാന്യമാണ്. അത്തരത്തിലുള്ള ഈ കാലഘട്ടത്തിലും ചിലർ സത്യം പറയുന്നു എന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ കരുത്തേകുന്നതാണ്. പ്രധാന ധർമ്മം അവർ സത്യസന്ധതയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുക എന്നതാണ്. ഇന്ത്യയിലെ നിലവിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അങ്ങ് ഉത്തരേന്ത്യയിൽ പോയാൽ നമുക്ക് കാണാം, വിദ്യാഭ്യാസമില്ലാത്ത, വരുമാനമില്ലാത്ത ദാരിദ്ര്യരുടെ വീടുകൾ ബുൾസോഡർ രാജി എന്ന് പറഞ്ഞുകൊണ്ട് പൊളിച്ചടക്കുമ്പോൾ ഒരു മാധ്യമത്തിനും തകർക്കാൻ കഴിയാത്ത വിധത്തിൽ, ഒരു മാധ്യമത്തിനും എതിർക്കാൻ കഴിയാത്ത വിധത്തിൽ അതിനെതിരെ ശബ്ദിക്കാൻ നമ്മൾ ഇറങ്ങേണ്ടതുണ്ട്. ഭരണാധികാരികൾ അവരെ അടിമയാക്കിക്കൊണ്ട് മാധ്യമപ്രവർത്തകരെ അത് പുറത്ത് ദൃശ്യ മാധ്യമങ്ങളിലൂടെ അയക്കാൻ വിടുന്നില്ല. കാരണം എന്താണ്? അവർക്ക് മാധ്യമങ്ങളെ ഭയമാണ്. മാധ്യമങ്ങൾ അവരുടെ അണ്ടറിലാണ് എന്നതാണ്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനത്തിൽ മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് അനവധി വാർത്താ മാധ്യമങ്ങൾ മുസ്ലിങ്ങളെ എതിർത്തുകൊണ്ട് വന്നപ്പോൾ അതിനെതിരെ എതിർക്കാൻ ഒരു മുസ്ലിമും നിന്നില്ല. പിന്നീട് ആ ക്രിസ്ത്യാനി തന്നെ നമ്മോട് പറയുകയാണ്, ഞാനാണ് ആ കുറ്റകൃത്യം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ അടങ്ങി, കേരളം അടങ്ങി. മുസ്ലിങ്ങളെ ഹിന്ദുത്വ തീവ്രവാദത്തിലൂടെ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ, അവരുടെ കെണികളെല്ലാം പൊളിഞ്ഞു എന്നതാണ്. നമ്മൾ ഓരോ ദഅവ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണക്കാരന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തിയിലും ഉളവാകേണ്ട ഒരു ചോദ്യമുണ്ട്. മാധ്യമങ്ങൾ ഭരിക്കുന്നത്, മാധ്യമങ്ങൾ ജനങ്ങൾക്കിടയിൽ മധ്യസ്ഥരായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടിയോ പാർട്ടികൾക്ക് വേണ്ടിയോ? നമ്മൾ എഴുത്തിലൂടെയും
മറ്റു പ്രസംഗങ്ങളിലൂടെയും രംഗത്തെത്തേണ്ടതുണ്ട്. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.